ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റ് രഹസ്യമായിട്ടൊരു ബന്ധമുണ്ടോ? ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കണ്ട് എനർജിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് മേ ബി റെസനേറ്റ് ആകുന്നുണ്ടാകാം, പക്ഷേ ഒരിക്കലും അതനുസരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു നെഗറ്റീവാണ് റീഡിംഗ് കേൾക്കുന്നതിന്, പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ അത് കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ അതിനുള്ളൊരു ഗുണം കിട്ടുന്നുള്ളൂ. അല്ലാതെ എനിക്കിഷ്ടമില്ലാത്ത നെഗറ്റീവ് ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് കറക്റ്റായിട്ട് പറയുന്നത്. കാരണം എനിക്ക് നിങ്ങളായിട്ട് യാതൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വിഷമിക്കുകയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് നിങ്ങളുടെ വ്യക്തിക്ക് രഹസ്യബന്ധമുണ്ടോ എന്നുള്ളത്. നമ്മൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ വീഡിയോസ് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാതെ എൻ്റെ ഒരുപാട് കത്തിവെപ്പ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും, മിക്സാണ്. താല്പര്യമുള്ളവർ മാത്രം കാണാമെന്ന് ആദ്യമേ വീണ്ടും പറയുന്നു. വെറുതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളും ആ വ്യക്തിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാകാം. നിങ്ങളുടെ ആ മനസ്സിലുദ്ദേശിച്ച വ്യക്തിക്ക് നിങ്ങളപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊക്കെ മുമ്പ് ആദ്യം തന്നെ ആ വ്യക്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക. ഇത് നിങ്ങളുടെ എനർജി അല്ലെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നന്നായി ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവരുടെ ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പൂർണ്ണമായിട്ടും അത്തരം കാര്യങ്ങൾ ചിന്തിച്ച്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ റെസനേറ്റ് ആക്കാൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ പറ്റിയൊരു, എല്ലാവർക്കും പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്നില്ല നിങ്ങൾക്കൊരു ഇത് വരാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. തട്ടിയും മുട്ടിയും ചാഞ്ചും ചെരിഞ്ഞും പോകുന്ന ഒരവസ്ഥയായിരിക്കാം. ഈ ഒരു ബന്ധത്തിൽ ഒട്ടും ട്രസ്റ്റ് ഉണ്ടാവില്ല. ഒരേ സമയം മറ്റു ബന്ധങ്ങളുണ്ടാകാം. മറ്റു ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഫ്ലർട്ടിങ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ ഒരേ സമയം നിങ്ങളുള്ള സമയത്ത് തന്നെ മറ്റു വ്യക്തികളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയാസിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാകാം. അത് പലതരത്തിലുള്ള ചാറ്റിംഗ് ആകാം. അത് ഒടുവിൽ അത് പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം. പിടിക്കപ്പെടുമ്പോഴും ചിലപ്പോഴും അവരതിനെ മറയ്ക്കാൻ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം വരെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വരെ ഡിലീറ്റ് ചെയ്ത്, പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പാവുന്ന സമയത്ത് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ മറ്റു തെളിവുകളൊന്നുമില്ല അങ്ങനത്തെ. അപ്പോൾ റീഡിങ്സിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ചോദിച്ചു, അവർ ഓപ്പോസിറ്റുള്ള വ്യക്തി കണ്ടു. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവരതിനെ സമ്മതിക്കാൻ കൂട്ടാക്കാതെ അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തിരിച്ച് ചിലപ്പോൾ നമ്മൾ മെസ്സേജൊക്കെ അയക്കും, ചേട്ടനുണ്ട് പിന്നെ വിളിക്കുക, അല്ലെങ്കിൽ ചേച്ചിയുണ്ട് പിന്നെ വിളിക്കുക. അപ്പോൾ ഒരിക്കലും അവർക്കൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അത് നിർത്താൻ താല്പര്യം ഉണ്ടാവില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം, അതിനോടൊപ്പം നിങ്ങളെ കൊണ്ടുപോകണം. അങ്ങനത്തെ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ ഇത് പക്ഷേ കാണുന്നുണ്ടാകാം. 10 സാധ്യതകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഏജ് ഡിഫറൻസ് വരാം, ജാതി വരാം, മതം വരാം, സമൂഹത്തിലെ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ, ബ്ലാക്ക് മാജിക്ക്, മറ്റ് തേർഡ് പാർട്ടിയുടെ എഫക്റ്റ്, അങ്ങനെ നെഗറ്റീവ് എനർജീസ്. പിന്നെന്താ പറയുക, ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂ, വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെ ഈഗോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ സാഹചര്യമായിട്ട് വരും. ഒരു റിലേഷൻഷിപ്പിൽ നോർമലി വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുമ്പോൾ ഒറ്റൊരു വ്യക്തിയിൽ മാത്രമായിരിക്കും. അതൊരു വിവാഹേതര ബന്ധമാണെങ്കിൽ കൂടിയും ഒറ്റൊരു വ്യക്തി മാത്രം പല ആളുകളെ ഒരേ സമയം എന്താ പറയുക ചാറ്റിങ്ങും ചീറ്റിങ്ങും ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ടും അങ്ങനെ കൊണ്ടുപോകാതെ നിങ്ങളുടെ ബന്ധങ്ങൾ കളയാതിരിക്കുക. പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരാളെ മാത്രം ട്രസ്റ്റ് ചെയ്ത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ലോകം ഒന്നും കൂടി അയാളിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കാം. എങ്കിലും നിങ്ങളതിൽ ഓക്കെ ആണെങ്കിൽ പോവുക. അല്ലാതെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാടെ ഉപേക്ഷിച്ച് പോവുക. ട്രസ്റ്റാണ്, അതിനൊരു വാല്യൂ ഉണ്ട്. അതൊരു വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ അതില്ല. പിന്നെ നമുക്ക് എപ്പോഴും അത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എത്ര കണ്ടാലും. അപ്പോൾ അത്തരം ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണെങ്കിൽ മാറി നിൽക്കുക, അതിനുവേണ്ടി സമയം കളയാതിരിക്കുക. തീർച്ചയായിട്ടും വഞ്ചന, ഇതിലേതൊരു വ്യക്തി മറ്റ് ബന്ധങ്ങളുള്ളതായിട്ട് തീർത്തും പറയുന്നുണ്ട്. കാരണം ഒരുപക്ഷെ അത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുപിടിക്കാതെ അത് പോകുന്നുണ്ടാകാം. ഒരു വഞ്ചനാതന്ത്രം. കുറച്ച് പേരൊക്കെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ തൊട്ടടുത്ത വ്യക്തിയിലേക്ക്, അതിന് മുമ്പത്തെ കാമുകനിലേക്ക് അല്ലെങ്കിൽ കാമുകിയിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പുള്ള അടുത്തതിലോട്ട് അങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടാകാം.
ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയൊക്കെ ആയിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കാനുള്ളൊരു കാരണം. ഇതൊരു പക്ഷേ കർമ്മയായിരിക്കാം. കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് ഒന്നിക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല, അകാല മരണം സംഭവിച്ചിട്ടുണ്ടാകാം. ഈ ജന്മത്തിൽ വീണ്ടും അത് കണ്ടുമുട്ടുന്നതായിരിക്കാം. കണ്ടുമുട്ടുമ്പോഴും ചിലപ്പോൾ ഒന്നിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം. തീർത്തും ഈ ഒരു സമയത്ത് കറണ്ട് എനർജിയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ബന്ധത്തിലൊട്ടും സത്യസന്ധത ഇല്ല എന്ന് തന്നെ പറയാം. ജസ്റ്റിസ് കാർഡൊക്കെ റിവേഴ്സാണ്. ഒട്ടും ഉത്തരവാദിത്വമില്ലാത്തൊരു ബന്ധം, തികച്ചും അന്യായമായിട്ടുള്ളൊരു ബന്ധം, ഒരു വിവാഹേതര ബന്ധമുള്ളവരായിരിക്കും ഇത് കൂടുതലും കാണുന്നത്. പറഞ്ഞ സത്യസന്ധതയും കാര്യങ്ങളൊന്നും തന്നെയില്ല. ഒരേ സമയം പല വ്യക്തികളിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ മറ്റൊരാളിലേക്ക് അങ്ങനെ പോകുന്നതായിരിക്കാം. അപ്പോൾ തണുത്ത ഹൃദയം ആണ്. ഇപ്പോൾ എന്താ പറയുക, ഒട്ടും അത് ഓക്കെ അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു കയ്പ് നിറഞ്ഞൊരു റിലേഷൻഷിപ്പിൽ കൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ഓപ്പോസിറ്റ് ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ വഞ്ചിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുന്നുണ്ടാകാം. ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല, കമ്മിറ്റ്മെൻറ്റ് കുറവാണ്, റിവേഴ്സ് കാർഡാണ് കൂടുതൽ. ആ ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർക്കപ്പോൾ മറ്റൊരാളെ വേണമെന്ന് തോന്നുമ്പോൾ അതിലോട്ട് പോകുന്നതാകാം. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ വരുന്നു. അങ്ങനെ അത്തരം ഒരു അലസതയാണ് ഈ ബന്ധത്തിൽ, തീർത്തും അലസത എന്ന് പറയാം. തീർത്തും ഇതിലൊരു നെഗറ്റിവിറ്റി തന്നെയാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത്തരൊരു സാഹചര്യത്തിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തികളാണെങ്കിൽ അവരൊരു ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടാകാം, ഒരു വിഷാദത്തിലേക്ക് പോകുന്നുണ്ടാകാം, ഒരു ദുഃഖം, അത്തരം കാര്യങ്ങളിലായിരിക്കാം ഇപ്പോൾ അവർ പ്രസൻറ്റ് ഉള്ളത്. കാരണം ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അവർ തന്നെയാണ് എന്നൊരു പക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടാകാം. 8 സോഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, സ്വന്തമായിട്ട് നമ്മൾ ഇരയായതാണ്, മനഃപൂർവ്വം നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, നമ്മളുടെ ഇഷ്യൂ കൊണ്ടാണ്. അവർ തന്നെ ഒരു തടവുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു കെണിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അവർ മനഃപൂർവ്വം അത് വിധിച്ചിരിക്കുന്ന പോലെ. ഒരു വ്യക്തി തീർത്തും ഇതിൽ യാതൊരു ഇതും എടുക്കുന്നില്ല, തീർത്തും നിസ്സംഗത നിറഞ്ഞ അതിലേക്ക് ഒന്നും എടുക്കുന്നുണ്ടാകില്ല. ഒരാൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം. കുറച്ച് പേരൊക്കെ ഇത് പൂർണ്ണമായിട്ടും ഈ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മറ്റൊരു രഹസ്യബന്ധമുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഈ വ്യക്തിയിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിച്ച് പോയിട്ടുണ്ടാകാം. വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ ബന്ധം അവസാനിപ്പിച്ച് എന്നൊക്കെയായിട്ട് പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ കുറച്ച് പേര് രണ്ടുപേരും ഒരു ഏകാന്തതയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ മാത്രമായിരിക്കാം, തീർത്തും ഒറ്റയ്ക്കായിരിക്കാം. ഒറ്റപ്പെടൽ, നഷ്ടപ്പെടൽ അവരുടെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നവർ തിരിച്ചറിയുന്നതായിരിക്കാം. അതിനോർത്ത് അവർ വിഷമിക്കുന്നതായിരിക്കാം. തീർത്തും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മറ്റ് ബ്ലാക്ക് മാജിക് കാര്യങ്ങൾ കൂടുതലാണ്. തേർഡ് പാർട്ടി ആകാം, സാഹചര്യമാകാം. വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളും അവരും കൂടി ഒരുമിച്ച് പോകുന്നത് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത വ്യക്തികൾ നിങ്ങളിലേക്ക് മറ്റ് ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലും പ്രയോഗിച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ തകർത്തെറിഞ്ഞതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണേറുകൾ, അങ്ങനെ പലതരത്തിൽ അത്തരം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ തീർത്തും ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് മത്സരങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ്. കാരണം ഈ വ്യക്തിക്ക് മറ്റു വ്യക്തികളായിട്ടുള്ള ബന്ധമുണ്ട്. ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇത്തരത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. 4 ദിവസം നല്ലോണമാണെങ്കിൽ 3 ദിവസം വെല്ലോണം എന്ന് പറയുന്ന രീതിയിൽ വീണ്ടും ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുന്നുണ്ടാകാം. പക്ഷേ വീണ്ടും ഒരു വ്യക്തി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ബന്ധമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അതിൽ കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. വൺസ് നമ്മളൊരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല. കാരണം നമ്മൾ ഒരിക്കൽ വരുത്തി തീർക്കുന്ന ഒരു പ്രശ്നം കൊണ്ടാണ്. അത്തരം കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ ഇതേപോലെ തന്നെ പലരും പല ടൈപ്പിലുള്ളതായിരിക്കും അവരുടെ റിലേഷൻഷിപ്പ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാർഡ് നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യക്തിനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഈ കാർഡ് കണ്ടതെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുമെന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എനർജി അറിഞ്ഞിട്ട് പിന്നീട് ഡയറക്റ്റ് കാണാതിരിക്കുക, മുന്നോട്ട് പോവുക ലൈഫിൽ. ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അതിൽ കുറേ നാൾ നമ്മളിങ്ങനെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ ഇത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ട്രൈ ചെയ്യാം. ഒരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കാം. എൻ്റെ അടുത്ത് തന്നെ വന്നെടുക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ കൂടുതൽ റെസനേറ്റ് ആകുന്നത് അവിടെ പോയി വീഡിയോസ് എടുക്കുക. നെഗറ്റീവും പോസിറ്റീവും ചോദിച്ചറിയുക, കാര്യങ്ങൾ അറിയുക. നല്ല വ്യക്തമായി കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അത്തരം ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അത്തരത്തിൽ പോകുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് പുതിയ മാറ്റങ്ങൾ വരും എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അത് സ്വന്തം മനസ്സിനോട് ചോദിച്ച് നിങ്ങളുടെ ബന്ധങ്ങളുമായി തട്ടിച്ച് നോക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോകുക, പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ തീർക്കുക, അല്ലാത്ത പക്ഷം അത് ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ഉപേക്ഷിക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോവാം.
അപ്പൊ നമ്മൾ പല ടോപ്പിക്കിലും നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കാണാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പേഴ്സണൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് അല്ലെങ്കിൽ നോർമൽ വോയിസ് കോൾ വിളിച്ചാലും മതി. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. താല്പര്യമുള്ളവർ വരിക. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷയം.